പത്തനംതിട്ട പന്തളത്ത് പറന്തൽ കരികാലി വലിയ തോട് ശുചീകരണത്തിന് മുന്നോടിയായി സ്ട്രീം വാക്ക് സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐ. മാർച്ച് 2-നാണ് 5000-ലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ തോട് നവീകരിക്കുന്നത്. ഒരു കാലത്ത് പന്തളത്തിന്റെ ജീവധമനിയായിരുന്ന വലിയ തോടിന്റെ പ്രതാപം വീണ്ടെടുക്കാൻ ഒരു നാട് ഒരുങ്ങുകയാണ്. ശുചീകരണത്തിന്റെ മുന്നോടിയായാണ് സ്ട്രീം വാക്ക് സംഘടിപ്പിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ നാടിൻ്റെ ആകെ ജലസമൃദ്ധിയാണ്. ഇവിടെ കാർഷിക ഗ്രാമം എന്നുള്ള നിലയിൽ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ജലസേചനം ലഭിക്കുന്നത് ഈ തോട്ടിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ തോടിൻ്റെ ഇരു സൈഡിലും താമസിക്കുന്നവർക്കുള്ള കുടിവെള്ളം, ആ കുടിവെള്ളം ലഭ്യമാക്കുന്നത് ഈ കുടിവെള്ളത്തിൽ സാധ്യമാകുന്നതാണ്. പന്തളത്തെയും സമീപ പ്രദേശങ്ങളിലെയും കൃഷിക്കാരുടെ പ്രധാന ആശ്രയമായിരുന്ന വലിയ തോട് ഇന്ന് മാലിന്യ കൂമ്പാരമായിരിക്കുകയാണെന്നും വൃത്തിയുള്ള ജലസ്രോതസ്സായി തോടിനെ വീണ്ടെടുക്കുമെന്നും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി നിസാം പറഞ്ഞു. ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും വലിയ പിന്തുണ കിട്ടി എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സ്ട്രീം വാക്ക് എന്ന പരിപാടി. ഇന്ന് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരുടെയും വലിയ പങ്കാളിത്തം, ആ പങ്കാളിത്തം ഞങ്ങൾക്കുള്ള പിന്തുണയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ജില്ലയിൽ ആദ്യമായാണ് 5000-ലധികം ആളുകൾ ഒരു ശുചീകരണ പരിപാടിയുടെ ഭാഗമാകുന്നത്. വലിയ തോടിന്റെ നവീകരണം പൂർത്തിയാകുന്നതോടെ ഈ പ്രദേശത്ത് മഴക്കാലത്തുണ്ടാകുന്ന വലിയ വെള്ളക്കെട്ടും ഇല്ലാതെയാകും. മീഡിയ 1 പത്തനംതിട്ട.